എന്റെ പൊന്നോ, ഈ ഇംഗ്ലീഷ് പരീക്ഷയുടെ നോട്ട്സ് കാണുമ്പോഴേ ഒരു മടുപ്പാ. അതിനിടയിലായി ഈ ടോപ്പിക്ക് റൊമാൻറ്റിസിസം. ഞാൻ വിചാരിച്ചു ഫുൾ ലവ് സ്റ്റോറിയും കവിതയൊക്കെ ആയിരിക്കുമെന്ന്. ഇത് പക്ഷേ വേറെ എന്തോ ഐറ്റമാണല്ലോ. ഇത് പഠിച്ചു പാസ്സാവാൻ വല്ല എളുപ്പവഴിയുമുണ്ടോ? ഓ പിന്നെ, റൊമാൻസ്ന്ന് കേട്ടപ്പോഴേക്കും ചാടി വീണോ? ഇതല്ല, ഇതൊരു വിപ്ലവമാണ്. വിപ്ലവമോ? കവികളോ? ആ, വെറും പ്രണയകവിതയല്ല. അന്നത്തെ നിയമങ്ങളെയും ചിട്ടകളെയും ഒക്കെ വെല്ലുവിളിച്ച ഒരു പറ്റം കലാപകാരികളായ കവികളുടെയും കലാകാരന്മാരുടെയും കഥയായത്. ഓഹോ, കേട്ടിട്ട് കൊള്ളാലോ. വാ, നമുക്ക് ഈ വിപ്ലവകാരികൾ ആരായിരുന്നു, എന്തിനായിരുന്നു അവരുടെ പോരാട്ടം എന്നൊക്കെ ഈ നോട്ട്സ് വെച്ച് പെട്ടെന്നൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, ലെറ്റ്സ് അൺപാക്ക് ദിസ്. അപ്പോ ഏതൊരു വിപ്ലവത്തിനും ഒരു ശത്രുപക്ഷം വേണം അല്ലേ? ആരായിരുന്നു ഇവരുടെ എതിരാളികൾ? നല്ല പോയിന്റാ. ഈ റൊമാൻറ്റിസിസം എന്തിനോടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി കാര്യം എളുപ്പമായി. അവരുടെ ശത്രുപക്ഷമായിരുന്നു നിയോ ക്ലാസിക്കൽ കാലഘട്ടം. നിയോ ക്ലാസിസിസം. പേര് കേൾക്കാനൊരു സ്റ്റൈലൊക്കെയുണ്ട്. എന്തായിരുന്നു അവരുടെ ലൈൻ? നമ്മുടെ കോളേജിലെ ഏറ്റവും സ്ട്രിക്റ്റായ പ്രിൻസിപ്പാളിന് ഓർത്താൽ മതി. ഹോ. എല്ലാത്തിനും റൂൾസ്, ലോജിക്ക്, ഒരുതരം വികാരങ്ങളുമില്ലാത്ത അവസ്ഥ. ബുദ്ധിയാണ് ദൈവം, ബാക്കിയെല്ലാം രണ്ടാമത്. കലയിൽ പോലും അവർക്ക് ഭയങ്കര നിയമങ്ങളായിരുന്നു. അപ്പോ ഏകദേശം നമ്മുടെ HOD പോലെ? അതുതന്നെ. അപ്പോ ഈ റൊമാൻറ്റിക് കവികൾ എന്ന് പറയുന്നത് ക്ലാസ്സിലെ നിയമം തെറ്റിക്കുന്ന ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നോ? എക്സാക്ട്ലി. ആ പ്രിൻസിപ്പാളിന്റെ റൂൾ ബുക്ക് കത്തിക്കാൻ നടന്ന ടീം. അവർ നിയമങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഭാവനയ്ക്കും വികാരങ്ങൾക്കും പിന്നെ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനുമായിരുന്നു. ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ പാട്ട്, അതായിരുന്നു പോളിസി. കൊള്ളാം. പക്ഷേ ഈ ബാക്ക് ബെഞ്ചേഴ്സിന് പെട്ടെന്ന് എങ്ങനെയാ ഇത്ര ധൈര്യം കിട്ടിയത്? എന്തായിരുന്നു ഈയൊരു മാറ്റത്തിന്റെ തീപ്പൊരി? അതിന് കാരണമുണ്ട്. ചരിത്രത്തിലെ രണ്ട് വലിയ സംഭവങ്ങളാണ് അവർക്ക് ധൈര്യം കൊടുത്തത്. ഒന്ന് ഫ്രഞ്ച് വിപ്ലവം, രണ്ട് വ്യവസായ വിപ്ലവം. ഓഹോ, അപ്പോ ഹിസ്റ്ററിയുമായിട്ടൊരു കണക്ഷനുണ്ട്. വലിയ കണക്ഷനുണ്ട്. ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയപ്പോൾ അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഒരു പുതിയ ലോകം വരുമെന്നെല്ലാവരും സ്വപ്നം കണ്ടു. ആ. വേർഡ്സ്വർത്തിനെ പോലുള്ളവർക്ക് അതൊരു പുലരിയായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പുലരിയിൽ ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു ഭാഗ്യമായിരുന്നു എന്ന്. വാവ്, തുടക്കത്തില് ഫുൾ പോസിറ്റീവ് വൈബ്സ്. പിന്നെ എങ്ങനെ സീൻ മാറി? ഈ വ്യവസായ വിപ്ലവം എങ്ങനെ ഇതിനെ ബാധിച്ചു? തുടക്കത്തിലതെ. പക്ഷേ വ്യവസായ വിപ്ലവം വന്നതോടെ കഥ മാറി. ഫാക്ടറികൾ വന്നു, നഗരങ്ങൾ വളർന്നു, കൂടെ അഴുക്കും പുകയും. ആകെ മലിനമായി. അതെ, മനുഷ്യർ തിങ്ങി നിറഞ്ഞ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ. നല്ല നാട്ടിൻപുറത്തെ ശുദ്ധവായു ശ്വസിച്ച് ജീവിച്ച ഇവർക്ക് ഈ കോൺക്രീറ്റ് കാടുകൾ സഹിക്കാൻ പറ്റിയില്ല. അത് ശരിയാണ്. ഒരു മിനിറ്റ്. അപ്പോ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകർ ഇവരായിരുന്നു? ബ്രില്യന്റ്, അതാണ് പോയിന്റ്. ഇന്നത്തെ പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു ആദ്യ രൂപമെന്ന് വേണമെങ്കിൽ ഇവരെ പറയാം. അവർക്ക് നഷ്ടപ്പെട്ട ആ പ്രകൃതിയെ തിരികെ വേണമായിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഗ്യാങ്ങിലെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആവാം. പ്രധാനമായും രണ്ട് തലമുറകളായിട്ട് ഇവരെ തിരിക്കാം. ആദ്യത്തെ ഗ്യാങ്, അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ, വില്യം വേർഡ്സ്വർത്തും സാമുവൽ ടൈലർ കോളറിഡ്ജും. അവർ ഒരുമിച്ച് ലിറിക്കൽ ബലാഡ്സ് എന്നൊരു പുസ്തകം 1798 ഇറക്കി. അതാണ് ഇംഗ്ലീഷ് റൊമാൻറ്റിസിസത്തിന്റെ ഒരു തുടക്കമായിട്ട് കണക്കാക്കുന്നത്. ആഹാ, വേർഡ്സ്വർത്ത്, ഡാഫോഡിൽസ്, സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ്. ഇത് പണ്ട് സ്കൂളിൽ ടീച്ചർ കാണാതെ പഠിപ്പിച്ചതാ. അതുതന്നെ. ശക്തിയാണ് വികാരങ്ങളുടെ സ്വാഭാവികമായ കുത്തൊഴുക്കാണ് കവിത എന്നായിരുന്നു അവരുടെ നിലപാട്. പക്ഷെ കഥ അവിടെ തീർന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമത്തൊരു ഗ്യാങ് വന്നു. ഓഹോ. ഉമുടുതൽ തീപ്പൊരികളായ ചെറുപ്പക്കാർ. ലോർഡ് ബൈറൺ, പേർസി ഷെല്ലി, ജോൺ കീറ്റ്സ്. അതെന്തിനാ വേറൊരു ഗ്യാങ്? പഴയ ടീമുമായിട്ട് അടിയായോ? അടിയെന്നല്ല, ഒരുതരം ആശയപരമായ മാറ്റം. തുടക്കത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ വലിയ പ്രതീക്ഷ വച്ചിരുന്നില്ലേ? ആ, ഉണ്ടായിരുന്നു. പക്ഷേ ആ വിപ്ലവം പതിയെ രക്തച്ചൊരിച്ചിലിലേക്കും അക്രമത്തിലേക്കും വഴിമാറി. അതോടെ വേർഡ്സ്വർത്തിനെ പോലുള്ളവരുടെ ആ ശുഭാപ്തി വിശ്വാസമൊക്കെ പതുക്കെ പോയി. ഓ, പ്രതീക്ഷകൾ തകർന്നപ്പോൾ അവർ സൈലന്റായി. അതെ. അപ്പോഴാണ് ഈ രണ്ടാം തലമുറ വരുന്നത്. അവർക്ക് ഈ പഴയ തലമുറയുടെ ഒത്തുതീർപ്പ് മനോഭാവത്തോടൊരു പുച്ഛം. അവർ കുറച്ചുകൂടി ദേഷ്യക്കാരും സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടുന്നവരുമായി. ഒരുതരം വിമതർ. പഴയ മലയാള സിനിമയിലെ ആംഗ്രി യങ് മാൻ നായകന്മാരെ പോലെ. കറക്റ്റ്. ആദ്യത്തെ ടീം പ്രകൃതിയെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ രണ്ടാമത്തെ ടീം മനുഷ്യരെയും സമൂഹത്തെയും രക്ഷിക്കാൻ നോക്കി. ഓക്കെ,
അപ്പോ എന്തായിരുന്നു ഇവരുടെ പ്രധാന ഐഡിയോളജി? സമരത്തിന്റെ പോസ്റ്ററിൽ എന്തൊക്കെയായിരുന്നു എഴുതിയിരുന്നത്? 3 പ്രധാന ആശയങ്ങൾ. ഒന്ന്, പ്രകൃതിയോടുള്ള ആരാധന. അത് വെറും മരവും പുഴയും അല്ല, അതിനൊരു ആത്മാവുണ്ട്, ഒരു ഹീലിംഗ് പവർ. നമുക്ക് ടെൻഷൻ വരുമ്പോഴൊരു ബീച്ചിലോ മലയിലോ പോയിരിക്കുന്ന പോലത്തെ ഒരു ഫീല്. അല്ലേ? അതുതന്നെ. രണ്ടാമത്തത്, വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ബുദ്ധിയേക്കാൾ കൂടുതൽ സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കുക. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, കവി ഒരു ജീനിയസ് ആണെന്ന് വിശ്വാസം. ഒരു മിനിറ്റ്, ജീനിയസോ? അതൽപ്പം ഓവറായില്ലേ? അങ്ങനെ തോന്നാം. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ ഭാവന അഥവാ ഇമാജിനേഷൻ എന്നതൊരു സൂപ്പർ പവർ ആയിരുന്നു. സൂപ്പർ പവറോ? ആ ശക്തി ഉപയോഗിച്ച് കവികൾക്ക് പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കാനും ലോകത്തെ തന്നെ മാറ്റിമറിക്കാനും കഴിയുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. കൊള്ളാം. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം മുൻകൂട്ടി കാണാൻ പറ്റുമായിരുന്നോ? അത്രക്കില്ല. പക്ഷെ ഷെല്ലി പറഞ്ഞത് കവികളാണ് ലോകത്തെ അറിയപ്പെടാത്ത നിയമനിർമ്മാതാക്കൾ എന്ന് സംഭവം മനസ്സിലായല്ലോ. മനസ്സിലായി. ഈ നോട്ട്സിൽ ഞാൻ കുറച്ച് പെരിയാക വാക്കുകൾ കണ്ടു. നെഗറ്റീവ് കേപ്പബിലിറ്റി. കേട്ടിട്ടെന്തോ മോശം കാര്യമാണെന്ന് തോന്നുന്നു. അത് കീഡ്സിന്റെ ഒരു കിടിലൻ ഐഡിയയാണ്. സംഭവം സിമ്പിളാണ്. എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം വേണമെന്ന് വാശി പിടിക്കാതിരിക്കാനുള്ള കഴിവ്. അതെങ്ങനെ? ഒരു ക്രിസ്റ്റഫർ നോളൻ സിനിമ കാണുമ്പോൾ എല്ലാം മനസ്സിലായില്ലെങ്കിലും അതിന്റെ ആ ഒരു മിസ്റ്ററി നമ്മൾ ആസ്വദിക്കില്ലേ? ആസ്വദിക്കും. അതുപോലെ എല്ലാത്തിനും ലോജിക്ക് വെച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കരുത്. ചില കാര്യങ്ങൾ അതിന്റെ അനിശ്ചിതത്വത്തിൽ തന്നെ ആസ്വദിക്കുക. കത്തി. പിന്നെന്തായി ഫാൻസി, ഇമാജിനേഷൻ തമ്മിലുള്ള വ്യത്യാസം? അത് കോളറിഡ്ജിന്റെ ആശയമാണ്. ഫാൻസി എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമ്മുടെ തല ഒരു സിനിമാ നടന്റെ ശരീരത്തിൽ വെക്കുന്നത് പോലെയാണ്. ഉള്ള സാധനങ്ങൾ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു പുതിയ ക്രിയേഷൻ അവിടെ നടക്കുന്നില്ല. പക്ഷേ ഇമാജിനേഷൻ എങ്ങനെയല്ല, അത് പുതിയതായി ഒരു സിനിമ തന്നെ ഉണ്ടാക്കുന്നത് പോലെയാണ്. ഒറിജിനൽ ക്രിയേഷൻ. കൊള്ളാം. നല്ല വ്യത്യാസമുണ്ട്. അച്ചൊരു സംശയം. ഇതുവരെ നമ്മൾ സംസാരിച്ചത് മൊത്തം ആൺപിള്ളേരെ പറ്റിയാണല്ലോ. ഈ ക്ലബ്ബില് പെൺകുട്ടികളാരെങ്കിലും ഉണ്ടായിരുന്നോ? തീർച്ചയായും. ഏറ്റവും പ്രശസ്തയായ ഒരാളുണ്ട്, മേരി ഷെല്ലി. മേരി ഷെല്ലിയോ? ഫ്രാങ്കൻസ്റ്റീൻ എഴുതിയാൾ. ആ ഭീകരന്റെ കഥ. ഞാനോർത്തു അതൊരു ഹൊറർ സിനിമയാണെന്ന്. അപ്പൊ അതൊരു റൊമാന്റിക് നോവലാണോ? അതെ, കാരണം അതിലെ തീംസ് എല്ലാം റൊമാന്റിക്കാണ്. സൃഷ്ടി, ഉത്തരവാദിത്വം, അസാധാരണ സംഭവങ്ങൾ. പിന്നെ അവർക്ക് ഈ ഗോത്തിക്, അതായത് പഴയ കോട്ടകൾ, പ്രേതം, നാടോടി കഥകൾ, ഇതിലൊക്കെ വലിയ താൽപ്പര്യമായിരുന്നു. ഫ്രാങ്കൻസ്റ്റീൻ അതിന്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണ്. അപ്പ സംഭവം പിടികിട്ടി. റൊമാന്റിസിസം എന്നു പറഞ്ഞാൽ ലവ് ലെറ്റർ എഴുതലല്ല, അതൊരു തരം വിപ്ലവമാണ്. പ്രകൃതിയെ സ്നേഹിക്കുക, സ്വന്തം ഫീലിംഗ്സിനെ വിശ്വസിക്കുക, നമുക്ക് ഭാവന എന്നൊരു സൂപ്പർ പവർ ഉണ്ടെന്ന് കരുതുക. ഇതിനെല്ലാം കാരണം കർശനമായ നിയമങ്ങളും പുകപിടിച്ച നഗരങ്ങളും അവർക്ക് മടുത്തതുകൊണ്ടാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എക്സാക്ട്ലി. ഒറ്റ വാക്യത്തിൽ നിങ്ങൾ സംഭവം സമ്മറൈസ് ചെയ്തു. പിന്നീട് കാലം മാറി, റിയലിസം വന്നു, ഡാർവിനെ പോലുള്ളവരുടെ സിദ്ധാന്തങ്ങൾ വന്നു. അതോടെ ഈ പ്രസ്ഥാനം പതിയെ ഇല്ലാതായി. ഓക്കേ, അപ്പൊ പരീക്ഷയ്ക്കുള്ള പോയിന്റ്സ് എല്ലാം കിട്ടി. പക്ഷെ പോകുന്നതിന് മുൻപ് ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. അന്ന് അവർക്ക് തോന്നി ഈ ലോകം ബുദ്ധിയും വികാരവും വ്യക്തിയും സമൂഹവും എന്നൊക്കെ പറഞ്ഞ് രണ്ടായി പിരിഞ്ഞുപോയെന്ന്. അത് കലകൊണ്ട് ശരിയാക്കാൻ നോക്കി. ശരിയാണ്. ഇന്ന് നമ്മുടെ ലോകവും അതുപോലെ വിഘടിച്ചതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു വശത്ത് ടെക്നോളജി, മറുവശത്ത് മനുഷ്യബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്നിപ്പിക്കാനുള്ള നമ്മുടെ കല അല്ലെങ്കിൽ നമ്മുടെ ഭാവന എന്തായിരിക്കും? അയ്യോ, വല്ലാതെ ഡീപ്പായിപ്പോയി. എന്തായാലും വാ, ഒരു ചായ കുടിക്കാം. ഇത്രയും ഫിലോസഫി കേട്ടപ്പോ എന്റെ തല റീബൂട്ട് ചെയ്യേണ്ടി വരും. വാ പോകാം. അപ്പോ സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. റൊമാന്റിസിസം എന്നത് ഒരു കാലഘട്ടത്തിന്റെ സാഹിത്യം മാത്രമല്ല, അതൊരു മനോഭാവമാണ്. അതിന്നും നമുക്ക് ചുറ്റുമുണ്ട്. ചിന്തിക്കാൻ ഇങ്ങനൊരു വിഷയം തന്നതിന് നന്ദി. ഇത് ഉറപ്പായും പരീക്ഷയ്ക്ക് നിങ്ങളെ സഹായിക്കും.